കുറേ ദിവസമായിട്ട് കാസ കിച്ചണിൽ പോകണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിനുവിൻ്റെ അടുത്ത് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അടിപൊളി ഫുഡാണ്, നമുക്ക് രണ്ടുപേരും കൂടി ഒരു തവണ പോകാമെന്ന്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഡിനുവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കെന്നാൽ ഒന്ന് കയറി നോക്കാം, നല്ല ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് ഡിനു പോയി മേടിക്കാൻ പോയി. അപ്പോൾ ഡിനു ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞത് സ്നാക്സും ചായയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ, നമുക്കത് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയാഞ്ചി ചട്ടിപ്പത്തിരിയൊക്കെ അതൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരും കഴിക്കുകയും ചെയ്തത്. അപ്പോൾ ഡിനു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ ഉരുളി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, കാരണം വേറൊന്നുമല്ല, ഞാനവിടെ പോയി ഉരുളിയാണ് അന്ന് കഴിച്ചത്. അപ്പോൾ ഈ ഉരുളി എന്ന് പറഞ്ഞാൽ ഉരുളിയുടെ അകത്ത് നെയ്ച്ചോറ്, നമ്മുടെ ചട്ടിച്ചോറില്ലേ അതിൻ്റെ ഒരു അനിയനാ, വകയില അനിയനാ ചേട്ടനാ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, ചിക്കൻ കറി പോലത്തെ ചിക്കൻ റോസ്റ്റും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്, പിന്നെ ബീഫിൻ്റെ തന്നെ അതേപോലെ തന്നെ ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും, പിന്നെ പപ്പടം അച്ചാറും സാലഡ്. നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു തൊരയിലങ്ങ് ഫസ്റ്റ് കഴിക്കുമെങ്കിലും നമുക്ക് ഫുള്ള് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നാലും കൂടി ഒത്തുപിടിച്ച് ഒരു ഉരുളി അങ്ങ് അകത്താക്കി. അത് കഴിഞ്ഞപ്പോൾ ഡിനു പറഞ്ഞു വിശപ്പ് കെട്ടിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പൊറോട്ടയും പിന്നെ ചിക്കനാണ് അതിൻ്റെ ഉള്ളിൽ, പാൽ പൊറോട്ടയും ചിക്കനും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ 4 പൊറോട്ടയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് 4 പൊറോട്ടയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് 2 പൊറോട്ടയിൽ ഒതുക്കി, എന്നിട്ട് രണ്ടും ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ, അതായത് ഒരു പൊറോട്ടയുടെ പൊക്കത്ത് ചിക്കനും പിന്നെ മറ്റേ പൊറോട്ട കൊണ്ട് മൂടിയിട്ടുണ്ട്, എന്നിട്ട് പാലൊഴിച്ച് തന്നിരിക്കുന്നു. സംഭവം കൊള്ളാം, പക്ഷേ വയറ് ഫില്ലായതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയില്ല. പിന്നെ ഒരു ജ്യൂസും പുറമെ എല്ലാവരും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് പാത്രങ്ങൾ മേടിക്കാനുണ്ട്, അതായത് നമ്മുടെ ദോശക്കല്ലും അതൊക്കെ ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടേ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റണമല്ലോ അത്, അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ആ സംഭവം ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ റൂത്തിനിപ്പോൾ ഫോൺ കണ്ട അപ്പോൾ കോപ്രായം കാണിക്കലാണ് പണി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പാത്രമൊക്കെ നോക്കി മേടിച്ച്, എനിക്ക് നോക്കി മേടിക്കാൻ അറിയില്ല, എന്നാലും ഞാൻ മേടിച്ചിട്ടു.